8 ലക്ഷം രൂപയോളം മാസം വരുമാനം മേടിച്ച് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു മനുഷ്യനാണ്. ഒരു തിരുത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയേക്കാൾ എനിക്ക് എൻ്റെ പാഷൻ എന്നുള്ളൊരു സാധനം. ഈ ഒരു ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ആൾക്കാരുടെ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ പുരുഷന്മാരെക്കാൾ ഏറെ മുകേഷിനെ സ്നേഹിക്കുന്ന സ്ത്രീകളാണ്. ഒരു മോഡൽ, ഒരു പെൺകുട്ടി, പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. സ്ഫടികത്തിലെ ഏഴിമല പൂഞ്ചോല ചെയ്യാവുന്നത് ലാൽ സാറ് ചെയ്തൊരു സാധനം നമ്മൾ ചെയ്യാം. അപ്പോൾ പറഞ്ഞു ചേട്ടൻ ഒന്നും ചെയ്യണ്ട, ചേട്ടൻ വെറുതെ ഒന്ന് കിടന്നു തന്നാൽ ഞാൻ മോളിൽ ചെയ്തോളാം. അടിച്ചതിൽ ഏറ്റവും വില കൂടിയ മദ്യം ഏതായിരിക്കും? ഹെന്നസിയുടെ, റിച്ചാർഡ് ഹെന്നസിയുടെ. എന്ന രൂപ വരും? 10-20 ലക്ഷം രൂപ. ഞാനിപ്പോൾ കുറേ നാളെ ബ്യൂറേസിലൊക്കെ പോയി. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ കൊതിയാവും ഇങ്ങനെ ഇറങ്ങി വാങ്ങിക്കാനായിട്ട്. പ്രീമിയം കൗണ്ടർ അല്ലാത്ത നോർമൽ കൗണ്ടറിൽ പോകണം. പോകുമ്പോഴേ ഒരു കുടിയൻ്റെ വിഷമം മനസ്സിലാവും. വൃത്തിയില്ലാത്ത സ്ഥലം, അവിടെ ചോർച്ച. ഈ ഫുഡ് വ്ലോഗ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ജെനുവിൻ അല്ലാതെ കഴിച്ചത് അഴുക്കാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ട്രിവാൻഡ്രത്ത് തന്നെ ഒരു വലിയ ഹോട്ടല് നല്ല പേയ്മെന്റ് തന്നിട്ട് എന്നെ പ്രൊമോഷന് കൊണ്ടുവരും. പേര് പറയാൻ പറ്റില്ല, അത്യാവശ്യം കൊള്ളാന്നുള്ള ട്രിവാൻഡ്രത്തുള്ള ബ്രാൻഡാണ്. ഫിഷ് സ്റ്റൈലായിരുന്നു, ഫ്രീസർ ചെയ്തതാണ്. ഇത് തന്നെയാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്, നമ്മൾ ഇത് തന്നെയാണ് കൊടുക്കുന്നത്. ഭയങ്കര മോശം ഫുഡാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അജിൻ വർഗീസ്. ഇന്നോടൊപ്പം ഉള്ളത് ഒരു ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ അല്ല, റിയാലിറ്റി ഷോ കണ്ടസ്റ്റന്റ് അല്ല, എല്ലാം ജനങ്ങൾക്കിടയിലും എന്തോ ഇഷ്ടമാണ് ഈ വ്യക്തി എല്ലാവർക്കും. അതോടൊപ്പം പെൺകുട്ടികളുടെ ഹരമാണ്. സ്വാഗതം ചെയ്യാം മുകേഷ് നായർ ജെഡി. നമസ്കാരം, എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം അജിൻ. സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ അന്നൊരു സമയത്ത് ഇരുന്നപ്പം ഒരുപാട് സന്തോഷങ്ങൾ പങ്കിട്ടു. പക്ഷേ മുകേഷേൻ്റെ ഓരോ ദിവസം കഴിയുമ്പോൾ ഉയർച്ച കൂടി വരിക. ഞാൻ ആദ്യം ഇൻട്രോയിൽ സൂചിപ്പിച്ച പോലെ ഒരു ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ അല്ല, ഒരു റിയാലിറ്റി ഷോ കണ്ടസ്റ്റൻ്റ് അല്ല. ഇതൊന്നും അല്ലാത്തൊരു മുകേഷിനെ ആളുകൾ സ്നേഹിക്കാനുള്ള കാരണം എന്തോ? ഞാൻ ഏറ്റവും കൂടുതൽ അധികം ചെയ്യുന്നത് ഫുഡ് വീഡിയോസാണ്. ഫുഡ് വീഡിയോസ്, ഫുഡ്, ട്രാവൽ, ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചെറിയ കട മുതൽ ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടൽ വരെ. ഞാൻ കേട്ടോ ഒരു കാര്യം കേട്ടോ, 5 സ്റ്റാർ ഹോട്ടൽ മാത്രമല്ല മുകേഷ് ഇനാഗ്രേഷൻ ചെയ്യുന്നതും വ്ലോഗ് ചെയ്യുന്നതും, ഈ സാധാരണ കടകൾ ചെയ്യാനുള്ള കാരണം എന്തുവാ? അല്ല, അത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ തുടക്കകാലം മുതൽ ചെറിയ കടകൾ, എന്ന് വെച്ചാൽ ഇന്നും തിരുവനന്തപുരത്ത് 1 രൂപയ്ക്ക് ദോശ കിട്ടുന്ന കടയുണ്ട്. 1 രൂപയ്ക്ക് ദോശ കിട്ടും. ഒരു ദിവസം 10 രൂപ ഉണ്ടെങ്കിൽ 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അത്തരം കടകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 1 രൂപയ്ക്ക് ദോശ കിട്ടുന്ന സാധാരണ ദോശയുടെ പോലെ ടേസ്റ്റുള്ള ദോശയാണ്. അല്ല, അതിനോടൊപ്പം ഫ്രീ ആയിട്ട് ചമ്മന്തി കിട്ടും, ദോശ സാമ്പാർ കിട്ടും, മുളക് കറി കിട്ടും, രസവട 3 രൂപ. അത്തരം കടകൾ ആണ് ഒരു സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സാധനം. തീർച്ചയായിട്ടും ഒരാൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ 10 രൂപയ്ക്ക് ഒരു ദിവസം ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. അപ്പം 10 രൂപയുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ജീവിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സീരിയസ് ആയിട്ട് അങ്ങനെ കടകളുണ്ട്. പക്ഷേ നമ്മൾ ആ കടകൾ എന്ന് പറയുന്നത് ഇപ്പം ട്രിവാൻഡ്രം സിറ്റിയിൽ അല്ല, കുറച്ചകത്തോട്ട് പോകണം. പക്ഷേ അത്തരം സ്ഥലങ്ങളിൽ പോയാൽ നല്ല ഭക്ഷണം കിട്ടും എന്നുള്ളതാണ് എപ്പോഴും എൻ്റെ വിശ്വാസത്തിൽ. കുഞ്ഞു കടകളിലാണ്, നല്ല ചെറിയ കടകളിലാണ് ടേസ്റ്റ് കൂടുതൽ. എന്തൊക്കെ പറഞ്ഞാലും അതങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഒരു രുചി എന്ന് പറയുമ്പോൾ അവർ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കുന്നില്ല, വളരെ കുറച്ചുണ്ടാക്കും, കുറച്ച് ചിലവ്, അപ്പം മിച്ചം വരുന്നില്ല. അപ്പോൾ അതിന് പിന്നെ അവർ സൂക്ഷിച്ച് വയ്ക്കുന്നില്ല. പിന്നെ രസകരമായിട്ടുള്ളൊരു സംഭവം, ഞാൻ തന്നെ ഫസ്റ്റ് വീഡിയോ ചെയ്തൊരു സാധനമാണ്, തലേ ദിവസത്തെ ബീഫ് വിൽക്കുന്ന ഒരു കടയുണ്ട്. ഇപ്പോൾ ഇവരെന്ത് ചെയ്യും, തലേ ദിവസം രാത്രി ബീഫ് കറി വെച്ച് കനലിലിട്ട് വെച്ചിട്ട് പോകും. അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് അതിങ്ങനെ വറ്റി കിടന്നിട്ട് രാവിലെ ലോറിക്കാരൊക്കെ 4-5 മണിക്ക് അവിടെ കാപ്പുടിക്കാൻ വരും. അപ്പോൾ അവർക്ക് നല്ല വിശന്ന് വരുമ്പം ചൂട് പൊറോട്ടയും ബീഫും വേണം. നല്ല ചൂട് കനലിൽ കിടക്കുന്ന ചൂട് നല്ല ബീഫ് ഫ്രൈ പോലെ കിടക്കും, നല്ല സെമി ഗ്രേവി ഒക്കെ എടുത്ത് അതിനെടുത്ത് നമ്മൾ നല്ല ചൂട് പൊറോട്ടയായിട്ട് കഴിക്കുന്നത്. അങ്ങനെ ഒരു കടയുണ്ട് നമ്മുടെ നെയ്യാറ്റിൻകര മാമ്പഴക്കര എന്ന സ്ഥലത്ത്. ഭയങ്കര റേറ്റാണ്. അവിടെ തലേദിവസത്തെ ബീഫ് കഴിക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നതാ. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ കടകളിലാണ്, പണ്ട് ഗാന്ധിജി പറഞ്ഞ പോലെ ചെറിയ ഗ്രാമങ്ങളിലാണ് നമ്മുടെ ഇന്ത്യയുടെ ആത്മാവ് ഇരിക്കുന്നതല്ല, നല്ല ഭക്ഷണത്തിൻ്റെ ആത്മാവ് ഇരിക്കുന്നത് എപ്പോഴും ചെറിയ കടകളാണ്. 8 ലക്ഷം രൂപയോളം മാസം വരുമാനം മേടിച്ച് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ എൻ്റെ ഒരു തിരുത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയേക്കാൾ എനിക്ക് എൻ്റെ പാഷൻ എന്നുള്ളൊരു സാധനം. ഈ ഒരു ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾക്ക് ആൾക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു കമ്പനിയിൽ CEO ആയിട്ട് ജോലി ചെയ്തത്. അത് ഒരു MNC, ലോകത്തിലൊരു 10 കമ്പനി എടുത്താൽ അതിൽ പേര് ഏരീസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അപ്പോൾ ഇപ്പോഴും ഞാൻ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തു. കാരണം എൻ്റെ CEO എന്നെ പോകാൻ അനുവദിച്ചിട്ടില്ല. കാരണം പുള്ളി പറയുന്നത് എന്തെങ്കിലും തിരിച്ചു വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ തിരിച്ച് ജോയിൻ ചെയ്യാം. അങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. അത് നല്ലൊരു മനുഷ്യനാണ്, സോഹൻ റോയ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു അവിടെ നിന്നിട്ട് നമ്മൾ ഇതിലോട്ട് വരുന്നത്, എനിക്കിത് പുള്ളിക്കറിയാം നമ്മൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, നല്ല ഭക്ഷണം ഇഷ്ടമാണ്, ഒരുപാട് പുതിയ സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ജോലി രാജിവെക്കാൻ തീരുമാനിച്ചു, റെസിഗ്നേഷൻ കൊടുത്തു. പുള്ളി പറഞ്ഞത് ഇതാണ്, നിങ്ങൾ ഒരു ഇപ്പോഴും ഏരീസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക, കൺസൾട്ടൻ്റ് ആവുക, എന്നിട്ട് നിനക്ക് എപ്പോൾ തിരിച്ച് ഇതൊക്കെ മതിയായെന്ന് തോന്നുമ്പോൾ തിരിച്ച് വന്ന്
കമ്പനിയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതൊന്നും വേറെ ഒരാളും പറയാത്തൊരു കാര്യം. നല്ല തീർച്ചയായിട്ടും പുള്ളിയാണ് ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസറായി അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണമായി മാറാൻ പുള്ളിയാണ് എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത ഒരാൾ. ഇത്രയും വരുമാനം കിട്ടുന്ന ഒരു ജോലി ഇട്ടേച്ച് വരുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ നിനക്ക് വട്ടാണോ, നിനക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പിന്നെ ഒരു വലിയൊരു അനൗൺസ്മെന്റ് ഒന്നും നമ്മൾ ജോലി വിട്ടിട്ട് ഈ ഒരു പരിപാടിക്ക് വരുവാണെന്നുള്ള ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മുമ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ആ സമയത്ത് പരിമിതികളുണ്ടായിരുന്നു. കാരണം ഏരീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇപ്പം എപ്പോഴും ഇതിനു വേണ്ടി നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ജോലിയുടെ തരം. പക്ഷേ ജോലിക്ക് വേണ്ടി ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് കൺട്രീസ് ട്രാവൽ ചെയ്യാൻ പറ്റിയത്. ഇപ്പം കാൻസ് ഫെസ്റ്റിവൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഇൻ്റർനാഷണൽ അത് പാരീസിൽ പോയിട്ട് അത് കാണാൻ പറ്റി, കാൻസിൽ പോകാൻ പറ്റി, അതിൽ പങ്കെടുക്കാൻ പറ്റി, അവിടുത്തെ ഭക്ഷണ സംസ്കാരം അറിയാൻ പറ്റി, ആൾക്കാരെ കാണിച്ചു കൊടുക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഈ ജോലി ചെയ്തുകൊണ്ട് മാത്രം പോസിബിൾ ആയതാണ്. ഇപ്പോൾ സാധാരണ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു ബ്ലോഗർ ആണെങ്കിൽ പാരീസ് വരെ ടു ആൻഡ് ഫ്രോ ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ നോർമൽ ക്ലാസ് എടുത്ത് പോകാൻ തന്നെ 5-6 ലക്ഷം രൂപ, പിന്നെ അവിടെ താമസിക്കാൻ അതിനേക്കാൾ എക്സ്പെൻസ്, ഒരു 10 ലക്ഷം രൂപ അതിന് വേണ്ടി മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ ഫ്രീ ആയിരിക്കണം, നമ്മളൊരു ഡയറക്ടറോ അല്ലെങ്കിൽ ഡെലിഗേറ്റോ ആയിരിക്കണം. അതർവൈസ് നമ്മൾ സ്വന്തം എക്സ്പെൻസീവ് പോവുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് അഫെയർ ആണത്. പക്ഷെ എനിക്കിന്നും സന്തോഷം മാത്രമേ ഉള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ ആഗ്രഹിച്ചത് ഒരു സൈക്കിളിനാണെങ്കിൽ കിട്ടിയത് റോൾസ് റോയ്സ് ആണെന്നുള്ള ഒരു ഭയങ്കര സന്തോഷം. എനിക്കൊരു മൈൻഡ്ഫുൾനെസ്സിൻ്റെ ആളാണ്. സീരിയസ് ഞാനൊരു സാധാരണ സൈക്കിളിന് ആഗ്രഹിച്ച ഒരാളാണ്. നമുക്കിപ്പോൾ കയ്യിൽ കിട്ടിയത് റോൾസ് റോയ്സ് ആണ്. ഈ സൈക്കിളിൻ്റെ കഥ പറഞ്ഞപ്പോളേ സൈക്കിളിന് പിന്നെ വലിയൊരു സത്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു, ശരിയാണോ? സൈക്കിള് വേണമെന്ന് ആഗ്രഹിച്ചു, അവിടുന്ന് കിട്ടാതിരുന്നപ്പം പിന്നെ ഒരുപാട് അച്ഛൻ ഭയങ്കര ഇതായിരുന്നു. അതെ അതെ അല്ലേ? അച്ഛന് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ സൈക്കിള് നമ്മൾ അപകടം ഉണ്ടാവും എന്നുള്ളൊരു പേടി, അങ്ങനെ സൈക്കിൾ എടുക്കാതിരുന്നതാണ്. പക്ഷെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് കയറുമ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ബുള്ളറ്റ്. അന്നത് ബുള്ളറ്റ് ആണല്ലോ ഇപ്പോഴും എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി. കാലഘട്ടങ്ങൾ എത്ര പിന്നിട്ടാലും ബുള്ളറ്റിന്റെ ഒരു വില തന്നെ, അതിനൊന്നും മാറ്റി നിർത്താൻ പറ്റില്ല. ബുള്ളറ്റ് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ബുള്ളറ്റ് അന്ന് അച്ഛനും ബുള്ളറ്റാണ്, വേറെ കാറുണ്ടെങ്കിലും ബുള്ളറ്റാണ് നമ്മുടെ ഇഷ്ടമുള്ള വണ്ടി. എനിക്കും ആ ഒരു അതിൻ്റെ സൗണ്ടും ആ ഒരു ഇതും. അപ്പോൾ ആ ബുള്ളറ്റ്, അപ്പോൾ ആ ഒരു സൈക്കിള് കിട്ടാതിരുന്നിട്ടും പിന്നെ ആദ്യമായിട്ട് കിട്ടുന്ന വണ്ടി ബുള്ളറ്റായിരുന്നു ആദ്യമായിട്ട് ഓടിക്കുന്നത്. ഈ ലാലേട്ടനെ ഇത്രമേൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തുവാ? ലാലേട്ടനെ ഇഷ്ടപ്പെടാനുള്ള കാര്യം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമകളാണ്. ഞാൻ കണ്ടു ജീവിതത്തിൽ കുഞ്ഞിലെ ഓർമ്മ വെച്ചപ്പോൾ ആദ്യമായിട്ട് കാണാൻ പോയ പടം ലാലേട്ടൻ്റെ പടമാണ്. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കും. പിന്നെ മുതൽ ലാലേട്ടൻ്റെ പടങ്ങളാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളിപ്പം സ്കൂള് കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള സമയം മുതൽ ഇപ്പം ഈ നിമിഷം വരെ ഇപ്പോഴും പണ്ടാണെങ്കിൽ നമ്മൾ ലാലേട്ടൻ്റെ ഒരു നോക്ക് കാണാനായിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയി. ഇപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ പുള്ളിയുടെ സ്റ്റുഡിയോ ആണ് നമ്മുടെ ഏരീസ് മേടിച്ചത്, അങ്ങനെയൊക്കെ കുറേ അടുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ മുമ്പ് അങ്ങനെയല്ല. നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആസ് എ ഒരു സാധാരണക്കാരിക്കുമ്പോൾ എത്തപ്പെടാൻ പാടാണ് പുള്ളിയുടെ അടുത്ത് പോകാനും. അല്ലെങ്കിൽ പക്ഷെ ആ ഒരു സ്നേഹവും ബഹുമാനവും. പിന്നെ ഞാൻ റീസെൻ്റായിട്ട് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോയപ്പം പുള്ളി ആ സിനിമയുടെ ഒഫീഷ്യൽ കോസ്റ്റ്യൂമിലാണ്. ആ കോസ്റ്റ്യൂമിൽ പെടുന്ന ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. പുള്ളി അതിന് ഒരു ഫോട്ടോ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളി പോയി ഡ്രസ്സ് മാറി വന്ന ആളാണ്. ചെറിയ കാര്യം ഒരിക്കലുമല്ല. ഒരു സ്റ്റാറും ചെയ്തില്ല. അത്രയ്ക്ക് സിമ്പിളാണ്, അത്രയ്ക്ക് ഹമ്പിളാണ്, അത്രയ്ക്ക് ജെനുവിനാണ് ആ മനുഷ്യൻ. അത് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന മുകേഷ് എന്ന് പറയുന്ന വ്യക്തി 1000-ഓളം അധികം ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. ഈ തുടക്ക സമയത്തെ ഒരു ഇൻഫ്ലുവൻസർ ആകണം എന്ന ചിന്തയിൽ നിൽക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിരുന്നോ ഇങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് എത്തപ്പെടുമെന്ന്? ഞാൻ ഒരു ഇൻഫ്ലുവൻസറോ വ്ളോഗറോ ആകാൻ വേണ്ടി വീഡിയോ ചെയ്ത് തുടങ്ങിയതല്ല. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ജോലിയുടെ ഭാഗമായിട്ട് ഒരുപാട് യാത്ര ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കുമായിരുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കണ്ടൻസ് ഇട്ട് തുടങ്ങി. അപ്പോൾ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് കൂടുതൽ താല്പര്യമായി. ആദ്യം റീച്ച് ആകുന്ന വീഡിയോ ഏതായിരുന്നു? ഫസ്റ്റ് വീഡിയോ തന്നെ എൻ്റെ റീച്ചാണ്. എനിക്ക് തോന്നുന്നു 24 hours 1 million പോയിരുന്നു. ഞാനൊരു അടപ്പായസം വെച്ച വീഡിയോ ആണ് വീട്ടിൽ. അപ്പോൾ സ്വന്തമായിട്ട് വീട്ടിൽ അന്ന് അതൊരു പ്രൊമോഷനൊന്നുമില്ല. ഒരു കമ്പനിയുടെ മറ്റേ അടപ്പായസം ഉണ്ടാക്കുന്ന കിറ്റ്, അത് വെച്ച് എളുപ്പത്തിൽ ഒരു അടപ്പായസം എങ്ങനെ ഉണ്ടാക്കാമെന്നത് സ്വന്തമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അതാണ് ആളുകളിലേക്ക് കൂടുതൽ ഫസ്റ്റ് ചെയ്യുന്ന വീഡിയോ അതാണ്. അപ്പോൾ അത് ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിയപ്പോൾ പിന്നെ ഞാൻ ഓരോ സ്ഥലത്തെ ഫുഡ്, പിന്നെ ട്രിവാൻഡ്രത്തെ കുഞ്ഞു കുഞ്ഞു കടകൾ, വലിയ കടകളല്ല ഞാൻ പരിചയപ്പെടുത്തി, ചെറിയ കടകൾ, വളരെ ചെറിയ കടകൾ. അതിനോടൊപ്പം വലിയ കടകളും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ എനിക്കിഷ്ടം ഇപ്പോഴും ചെറിയ കടകളാണ് ഇഷ്ടം, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം ആ ഒരു അപ്പം പരിചയപ്പോൾ അത് ആൾക്കാരിലേക്ക് കൂടുതലെത്തുകയും ആൾക്കാർ അവിടെ വരാൻ തുടങ്ങുകയും അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഇപ്പം ഒരു കടയുടെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ആദ്യം വീഡിയോ ചെയ്യുമ്പം ആ കടയിൽ 2 നാടൻ കോഴിയാണ് പുള്ളി വെച്ചോണ്ട്. 2 നാടൻ കോഴി, അതിനുള്ള ചിലവേ ഉള്ളൂ. പിന്നെ കുറച്ച് കപ്പ, കുറച്ച് പുട്ട്. വൈകുന്നേരം ഒരു 6 മണിക്ക് തുറക്കും. പുള്ളി ഒരു 8-9 മണിയാകുമ്പോൾ അടയ്ക്കും. കുറച്ച് ആൾക്കാർ വരും, ഫുഡ് കഴിക്കും, കട്ടൻ ചായ കുടിക്കും, കപ്പ കഴിക്കും, പോകും. പക്ഷേ വീഡിയോ ഹിറ്റായപ്പോൾ പുള്ളി ഒറ്റയടിക്ക് ഒരാഴ്ച കൊണ്ട് പുള്ളി ഏകദേശം 100 കോഴിയിലേക്ക് മാറേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അതിലൊരു
കുഞ്ഞു കടയാണ്. ആ കട ഇപ്പോഴും ട്രിവാൻഡ്രത്ത് ബാലരാമപുരത്തുണ്ട്. പുള്ളി ഇപ്പം ഓലക്കടയിൽ നിന്ന് ടെറസ് കടയിൽ വലിയ കടയിലേക്ക് മാറി. അപ്പം അത്രയും ഒരു മെറ്റമോർഫസിസ് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പം മുകേഷ് ചേട്ടൻ കാരണം ഒരുപാട് ആളുകളിലേക്ക് ഒരു സഹായമായിട്ട് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു പൈസ കൊടുത്താൽ കിട്ടത്തില്ല കേട്ടോ ആ ബന്ധം. തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് അവർ നമുക്ക് തരുന്ന സ്നേഹം. ഇപ്പോൾ അടുത്ത പ്രാവശ്യം അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹം. ഇപ്പം ഞാൻ തന്നെ അവിടെ പോകുമ്പോൾ ആ പഴയ ഓലപ്പുര മാറിയിട്ട് പുതിയൊരു വലിയ ഒരു ടെറസ് കെട്ടിടം വരുമ്പോഴത്തേക്ക്, അതായത് അവർ താഴ്ച ഉയർച്ചയും കണ്ടൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഞാൻ ആ താഴ്ന്നിരിക്കുന്ന സമയത്താണ് അവിടെ പോയി ഈ 2 കോഴി വയ്ക്കുന്ന സമയത്താണ് അവിടെ പോയി കഴിച്ചത്. അതിൽ നിന്ന് 100 കോഴിയിലേക്ക് വരുന്ന ഒരു മെറ്റമോർഫസിസ് എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ അവരുടെ ഫുഡിന്റെ ക്വാളിറ്റി കൂടെ ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവർ അടുത്ത ദിവസം ആൾ വരുന്നു, പുള്ളി അത് 4 ആവുന്നു, 4 കോഴിയാക്കുന്നു, പിന്നെ 10 ആക്കുന്നു, പിന്നെ അതിൽ നിൽക്കുന്നില്ല. പുള്ളി രാവിലെ തുറന്ന് രാത്രി വരെ കടയാക്കി. ഇപ്പം ഏകദേശം രാവിലെ 6 മണിക്ക് പോയി അവിടെ ചിക്കൻ ബ്രെഡ് കിട്ടും, രാത്രി 12 മണി വരെ കിട്ടും. നമ്മുടെ അവണാകുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അത് നമ്മുടെ മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ട മാർത്താണ്ഡവർമ്മയുടെ ഒരു മന്ത്രിയുടെ പേരാണ് അവണൻ. അപ്പോൾ പുള്ളി അത് കുഴിയിൽ വീഴാൻ പോയി ആരോ പറഞ്ഞു അവണാകുഴിന്ന്, ആ സ്ഥലത്തിന്റെ പേര്. അവണാകുഴി ചിക്കൻ ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ്. പാലരാമപുരം കട്ടച്ചൽ കുഴി, അവണാകുഴി 2 സ്ഥലങ്ങളിലാണ് ചിക്കൻ ബ്രെഡ് ഭയങ്കര ഫേമസ്. ഏതൊരു ഇനാഗ്രേഷന് മുകേഷ് ചേട്ടൻ പോയാലും അവിടെയുള്ള എല്ലാവരുടെ ഫോട്ടോ എടുത്ത് ഉമ്മ കൊടുത്തിട്ട് വരത്തുള്ള നീക്കിയിട്ടുണ്ട്. ശരിയാണോ? നമ്മളുടെ അടുത്ത് ഉമ്മൻ ചോദിച്ചാൽ കൊടുക്കും. ചിലർ ഉമ്മ വയ്ക്കാൻ ഇഷ്ടപ്പെട്ട് വരും. നമ്മൾ ഉമ്മ വയ്ക്കാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. അത് നമ്മളത് വലിയ സന്തോഷമാണ്. നമ്മളതൊരു സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ ഈ ഒരു ഉമ്മ തരാൻ വരുന്നത്, ഉമ്മ ചോദിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ അതിൻ്റെ അകത്തുള്ളൊരു സന്തോഷം. സാധാരണ എല്ലാവർക്കും വണ്ണം കാരണം എനിക്ക് ഭയങ്കര വണ്ണവാ, ആരെങ്കിലും ഒക്കെ പുറത്തിറങ്ങും കളിയാക്കോ. പക്ഷെ വണ്ണം കൊണ്ട് സൂപ്പർ ഹിറ്റ് ആയ ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മുകേഷാന്ന് പറയും. വണ്ണം ഗുണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവാണ്. എൻ്റെ തടിയാണ് എൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഈ പറയുന്ന ഇപ്പോൾ മേ ബി ഇപ്പോൾ ഓർത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് പ്രണയത്തിൻ്റെ റിജക്ഷൻ പോലും മേ ബി തടി കൊണ്ടായിരിക്കും. പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ഇപ്പം അങ്ങനെയായിരുന്നോ? അത് തീർച്ചയായിട്ടും. ഫസ്റ്റ് പ്രണയം ഒന്ന് പങ്കുവെക്കാവോ? അയ്യോ അതൊക്കെ എന്നാലും അല്ല റിജക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. അപ്പം കുട്ടി ആദ്യം എന്നോട് പറഞ്ഞത് തടി ഇച്ചിരി കുറയ്ക്കണം കേട്ടോ എന്ന് പറഞ്ഞത്. വേറെ ഒന്നും പറഞ്ഞില്ല, ഇഷ്ടമല്ലെന്നൊന്നും പറഞ്ഞില്ല, ഇഷ്ടമാണ്, നമ്മൾ പറ്റൂല, അതാണ് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞു. അതാണ് തടി കുറച്ചിട്ടുള്ള പ്രേമൊന്നും വേണ്ട. പക്ഷെ ആ പ്രണയത്തിൽ ഇട്ടേച്ച് പോയതിലുപരി വലിയൊരു കഥയുണ്ട്. അതായത് ജോലി ചെയ്യുന്ന അതൊന്ന് പങ്കുവെക്കാവോ? അല്ല, നമ്മളിപ്പം ജോലി ചെയ്യുന്ന കമ്പനിയിലാണ് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത്. അത് ഞാൻ മേടിച്ചു കൊടുത്തതാണ്. അപ്പോൾ അവർക്കൊരു ക്രൈസിസ് സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മളെ വിളിക്കുന്നു. കാരണം കോവിഡ് കാരണം ഒരുപാട് ജോലി നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ആ സമയത്ത് അതൊരു വലിയ കാര്യമാണെന്നല്ല, നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ വലിയ കാര്യം തന്നെ കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല. കാരണം ഈ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുമ്പോൾ ഒരാളെ സഹായിക്കാൻ എല്ലാവരും പിന്നിട്ട് നിൽക്കും. പക്ഷെ മുകേഷ് എന്ന വ്യക്തി ഇറങ്ങിത്തിരിക്കത്തേ ഉള്ളല്ലേ. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം ഈ ചെറിയ കടകളുടെ കാര്യം പറഞ്ഞില്ല, അതെല്ലാം കൂടുതലും സഹായം. ഇപ്പം ചെറിയ കടകളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നേരെ മറിച്ച് വേറൊരു ബ്രാൻഡിലേക്ക് പോകുമ്പം ഞാനൊരു കായംകുളം കൊച്ചുണ്ണി ലൈനാണ് എപ്പോഴും സ്വീകരിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് ചെറിയ കടക്കാരെ നമ്മൾ സഹായിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയ അതൊരു അടുത്ത ആഴ്ച അതിന് പുതിയ ഷോപ്പ് അവർ വലിയ 2500 സ്ക്വയർ ഫീറ്റിൽ എന്ന് വെച്ചാൽ ഏകദേശം ഒരു കാർ ഷെഡിൻ്റെ അത് തിരുവനന്തപുരത്ത് കലക്കാച്ചി എന്നുള്ള റെസ്റ്റോറൻറ്റ് ഒരു അമ്മയും മോളും ചേർന്ന് ചെറിയ തോതിൽ തുടങ്ങി. അതിന് പോകുമ്പോൾ എപ്പോഴും അവിടെ പോയി ഒരു വീഡിയോ ആണ്. കാരണം ടെക്നോ പാർക്കിൽ ഏകദേശം നല്ല ശമ്പളം വാങ്ങിച്ചിരുന്ന ഒരു പെൺകുട്ടി ആ ജോലി ഉപേക്ഷിച്ചതോ നഷ്ടപ്പെട്ടതോ ആണ് ഈ കട തുടങ്ങുന്നു. ചെറിയ ഒരു ദിവസം 5 ഓറോ പൊതിച്ചോറ് വിറ്റിട്ട് തുടങ്ങുന്ന കട. അത് വീഡിയോ ചെയ്യുന്നു, അത് ഹിറ്റാവുന്നു. അപ്പോൾ അവരിപ്പം 2 വർഷത്തിന് ശേഷം തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് എന്ന് വെച്ചാൽ SP ഗ്രാൻഡേഴ്സ് എന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ട്രിവാൻഡ്രം സിറ്റിയുടെ ഹാർട്ടിൽ ഒരു 2500 സ്ക്വയർ ഫീറ്റ് വലിയ കടയിലേക്ക് അവർ മാറുകയാണ്. ചെറിയ ഒരു 200 സ്ക്വയർ ഫീറ്റിൽ നിന്ന് 2000-3000 സ്ക്വയർ ഫീറ്റാണ് 3000-നകത്തുണ്ട് 3000 സ്ക്വയർ ഫീറ്റിലേക്ക് അവർ മാറുകയാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ഓസ്കാറിന് തുല്യമാണ്. കാരണം നമ്മളൊരു വീഡിയോ ചെയ്ത് ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നു, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിലൂടെ ആ കട ഹിറ്റ്. അവർ ഭക്ഷണവും നല്ലതാണ്. അത് പക്ഷെ അങ്ങനെയുള്ളവരുടെ സ്നേഹമൊന്നും ജീവിതത്തിൽ ഒരിക്കലും പോത്തില്ല കേട്ടോ. അത് മായ്ക്കാൻ പറ്റാത്ത ചരിത്ര പുസ്തകം പോലെ തന്നെ കിടക്കും. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഒരു ബ്രാൻഡിന് വേണ്ടി ഒരുപാട് ബ്രാൻഡിനുമായിട്ട് ഞാൻ അസോസിയേറ്റ് ഉണ്ട്. അപ്പോൾ അവന് വേണ്ടി വീഡിയോ ചെയ്യുന്നു, നമ്മൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നു, നമ്മൾ ചെയ്യുന്നു, ആ വീഡിയോ ഹിറ്റാവുന്നു, അവർ ഓക്കെ താങ്ക് യു. ചിലപ്പോൾ ഒരു നല്ല മെയിൽ വരും, ചിലപ്പോൾ ഒരു കോംപ്ലിമെൻറ്റ് വരും. അതിനപ്പുറത്തോട്ടില്ല. പക്ഷെ സാധാരണക്കാർക്കിടയിൽ ചെല്ലുമ്പോൾ അവരുടെ സ്നേഹം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലേ? ഭയങ്കരമായിട്ട്. അത് ആ ഒരു സ്നേഹമാണ് ഈ ഉമ്മയായിട്ടും ഈ ഒരു സ്നേഹമായിട്ടും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ അമ്മ മോളും കൂടെ ചേർത്ത് അവർ വീട് വെച്ചു, കാർ എടുത്തു. ആ കാറിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഞാനാണ്. അടിപൊളി. ആ വീട് പാലുകാച്ച് എനിക്കൊന്ന് ഈ ചിങ്ങത്തിലാണ്, ഈ വരാൻ പോകുന്ന ചിങ്ങത്തിൽ. അപ്പം അതിനും എന്നെ വിളിച്ചിട്ടുണ്ട്. ചിങ്ങത്തിലാണ് വരണമെന്ന് പറയും, ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും വരണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫാമിലി മെമ്പർ എന്നുള്ള നിലയിലേക്ക് നമ്മളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ. ആളുകളുടെ സ്നേഹം പിടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്.
തീർച്ചയായും നമുക്ക് ഏറ്റവും എളുപ്പം ശത്രുത ദേഷ്യമാണ് ഏറ്റവും എളുപ്പം ഉണ്ടാക്കുക. കാരണം ഒന്ന് ഈ ഫ്രസ്ട്രേഷൻ കൊണ്ട് ആൾക്കാർക്ക് ശത്രുത ഉണ്ടാവും. രണ്ട് അല്ലാതെ നമ്മളോടുള്ള ഏതെങ്കിലും ഒരുപക്ഷെ നമ്മൾ വേറൊരു മാനസികാവസ്ഥയിൽ നമ്മൾ കണ്ടപ്പോൾ മിണ്ടിയില്ല ജാടയാണെന്നുള്ള പറയാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് നമ്മൾ അറിയാതെ ഉണ്ടാവുന്ന ഇമാജിനറി എനിമിറ്റി എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ആൾക്കാർ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ പുരുഷന്മാരെക്കാൾ ഏറെ മുകേഷിനെ സ്നേഹിക്കുന്ന സ്ത്രീകളാണ്. എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും. അതായത് നിങ്ങൾ ഫോളോവേഴ്സ് എടുത്ത് നോക്കുമ്പോൾ കൂടുതലും സ്ത്രീകളാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെനിക്കത് ഫുഡ് വീഡിയോ ഉള്ളതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഫുഡ് വീഡിയോ വ്ളോഗിലുപരി സ്ത്രീകളുമായിട്ട് വീഡിയോസ് ഇടാറുണ്ടല്ലോ, ഒരുപാട് ഇടാറുണ്ട്. ഇതിന്റെ തുടക്കം അല്ല ഇപ്പോഴും ഈ വീഡിയോ ഇടുന്നതിന്റെ കാര്യം എന്തുവാ പറയാം. അത് കുറേ ഞാനൊരു വീഡിയോ ഇട്ട് തുടങ്ങാൻ കാരണം ഒരു മോഡൽ, ഒരു പെൺകുട്ടി, പുള്ളിക്കാരി എൻ്റെ അടുത്തൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. പുള്ളിക്കാരി ഒരു ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയം, അപ്കം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി. എൻ്റെ ഫസ്റ്റ് വീഡിയോ അതാണ്. പേര് പറയാം, ആർഷ എന്ന് പറഞ്ഞിട്ട് നല്ല അത്യാവശ്യം ഹൈദരാബാദ് ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഒരു സ്ഫടികത്തിലെ ഏഴിമല പൂഞ്ചോല ചെയ്യാം. അത് ഭയങ്കര വൈറലായിരുന്നു കേട്ടോ, ഭയങ്കര വൈറലായ വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ആദ്യം അത് ഭയങ്കര സ്ഫടികത്തില്ല, അത് ലാൽ സാറ് ചെയ്തൊരു സാധനം നമ്മൾ ചെയ്യുക. അപ്പോൾ പറഞ്ഞു ചേട്ടൻ ഒന്നും ചെയ്യണ്ട, ചേട്ടൻ വെറുതെ ഒന്ന് കിടന്ന് തന്നാൽ മതി, ഞാൻ മോളിൽ നിന്ന് തടവിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ മടിച്ചു. അങ്ങനെ ഒരു 2 മാസം ഞാൻ ലാഗ് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരി ഹൈദരാബാദിൽ നിന്ന് ഷൂട്ടിന് വേണ്ടി ഇവിടെ വന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും പനിയാണോ ജലദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കാം. കാരണം പുള്ളിക്കാരി അത്ര ആത്മാർത്ഥമായിട്ട് നല്ല ടാലൻ്റുള്ള ആളാണ്. പുള്ളി അത്ര ഡെഡിക്കേറ്റഡ്. പുള്ളിൻ്റെ കോസ്റ്റ്യൂംസ് ഇതെല്ലാം തച്ച് റെഡിയായിട്ട് മറ്റേ പച്ച ലുങ്കി മേടിച്ച് ബ്ലൗസ് വേയിപ്പിച്ച് അരഞ്ഞാണം വാങ്ങിപ്പിച്ചു. അതിൻ്റെ സിൽക്ക് സ്മിതയുടെ സെറ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പം തലേ ദിവസം വന്നിട്ട് ചേട്ടാ നാളെ ഷൂട്ട് പറഞ്ഞ് ഞാൻ പാക്ക് പറഞ്ഞിട്ടുണ്ട്, ഡേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമുക്ക് ചെയ്യാം. എപ്പോഴും ലൊക്കേഷൻ ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല, ഒന്നും ലോക്ക് ചെയ്തിട്ടില്ല, ക്യാമറമാനെ പോലും സെറ്റ് ചെയ്തിട്ടില്ല. ക്യാമറമാനെല്ലാം എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ. പക്ഷേ എന്നിട്ട് അതിൻ്റെ ഒരു 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 ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു എന്താ വിൽ പവർ, അത് ചെയ്യണമെന്നുള്ള കോൺഫിഡൻസ്. അത് ഫോട്ടോ എടുത്തിട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തേക്കണമെന്ന് വിചാരിച്ചാണ് എന്തെങ്കിലും. പക്ഷെ അത്രയും ആൾക്കാർ ആ വ്യക്തി കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ നമുക്ക് പിന്മാറാൻ തോന്നിയില്ല. അത് അടുത്ത ദിവസം രാവിലെ 6 മണിയാകുമ്പോൾ കറക്റ്റ് ലൊക്കേഷൻ, ഞാൻ അതിനുള്ളിൽ ഇതല്ല, എനിക്ക് ഇതിൻ്റെ മൈൻഡ് മാറി ലൊക്കേഷൻ എല്ലാം സെറ്റ് ചെയ്ത് വന്ന് എൻ്റെ ഹസ്ബൻഡുമായിട്ടാണ് വരുന്നത്. ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ് അതിന്. ഹസ്ബൻഡാണ് വീഡിയോ കൊണ്ടുവരുന്നത്. ഒരു പുള്ളി ഹൈദരാബാദിലുള്ള ഒരു മാളിൻ്റെ മാനേജറാണ്. അപ്പം ആ പുള്ളിയായിട്ട് വരുന്നു, വീഡിയോ ചെയ്യുന്നു. അപ്പം ആദ്യമൊക്കെ എനിക്ക് ഈ പുള്ളിക്കാരി ആദ്യമായിട്ടാണ് ഞാൻ അത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് അല്ല റീൽസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മോഡലുമായിട്ട്, അതും അവർ അത്യാവശ്യം ഫേമസ് മോഡലാണ്, അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ അവർക്കൊരു എന്താണ് പറയുക, അവർക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവർ കണ്ടെത്തിയ ഒരാൾ ഞാനായതുകൊണ്ട് അങ്ങനെ ചോദിച്ചപ്പോൾ പോയി ചെയ്തതാണ്. നല്ലൊരു ആളുടെ സെലക്ഷൻ കറക്റ്റ് ആയിരുന്നു കേട്ടോ. അത് സെലക്ട് ചെയ്യാൻ കാരണം അതുകൊണ്ടാണ്, ഈ യാദൃശ്യമായ ലാൽ സാറിൻ്റെ ഒരു ഫിഗർ എവിടെയുള്ളത് കൊണ്ടാണ് വിളിച്ചത്, അല്ലാതെ വേറെ ക്വാളിറ്റി കണ്ടിട്ട് വിളിച്ചതെന്നല്ല. അങ്ങനെ നമ്മളത് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് മണിക്കൂറുകളിൽ തന്നെ അത് മില്യൺസ് പോകുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് കൂടുതൽ ആവശ്യം. പുള്ളിക്കാരി 2 ദിവസം കഴിഞ്ഞ് പോകുന്ന പുള്ളിക്കാരി നമുക്ക് 2 കൂടെ ചെയ്തിട്ട് പോകാൻ ചേട്ടാ. അങ്ങനെ ഞങ്ങളൊരു 3-4 റീൽസ് ഒരുമിച്ച് ചെയ്യുന്ന ഒരു കോംബോ ഒരു സിസ്റ്റം കൊണ്ടുവരും. ആ വീഡിയോകളെല്ലാം ഹിറ്റാണ്. ഈ ഫെയിം ആകണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ മുകേഷ് ഫെയിം ആക്കി കൊടുക്കും. നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോകളെല്ലാം നന്നായി പോകുന്നത്, അത് എല്ലാം ഫെയിം ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഫെയിം ആക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ചില കോമ്പിനേഷൻ, എല്ലാവരും എൻ്റെ അടുത്ത് വരുന്നത് ലാൽ സാറിൻ്റെ ഒരു കോംബോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ഇപ്പോൾ ലാസ്റ്റായിട്ട് റീസെൻ്റായിട്ട് ചെയ്തത് മറ്റേ ഹലോയിലെ മഴയുടെ ഒരു സോങ്ങാണ്. അത് മൺസൂൺ മഴ തുടങ്ങുന്ന സമയത്ത് ഇട്ടതാണ്. അത് ഭയങ്കര റീച്ച് പോയി. മഴവില്ലിൻ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ആണ് ലാസ്റ്റ് ചെയ്ത സോങ് ചെയ്തത്. ഈ ഒരുപാട് നെഗറ്റീവ് കമൻസുകളൊക്കെ വരുന്നുണ്ട്. ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് എന്താണ് ഈ ക്യാമറയ്ക്ക് നോക്കി പറയുള്ളത്? അതോടൊപ്പം ഒരുത്തനെ വീട്ടിൽ പോയി പൊക്കുകയും ചെയ്തല്ലേ, എന്തുവാ കഥ? അല്ല, അത് പൊക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടെ ഒരുപാട് മോഡൽസ് എന്നെ വിശ്വസിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വരുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്. അപ്പം മീൻസ് അത് മോഡൽസ് ആണ്, ആക്ട്രസ് ഉണ്ട്, സീരിയലിൽ ചെയ്യുന്ന കുട്ടികളുണ്ട്, സിനിമയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് നമ്മളിവിടെ ചെയ്യുമ്പോൾ ഒരു ഇതിലാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഈ വൾഗർ എന്ന് വെച്ചാൽ നെഗറ്റീവ് കമൻറ്റ്സ് ഈസ് ഓക്കെ, അല്ല ഇത് കൊള്ളത്തില്ല എന്നൊക്കെ, അത് നമുക്ക് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയാം, അല്ലെങ്കിൽ അതങ്ങനെ പറയാം. പക്ഷെ ഭയങ്കര മോശമാണ് ആ പെണ്ണുങ്ങളെക്കുറിച്ചും അവരുടെ ശാരീരിക അവയവങ്ങളെക്കുറിച്ചും വീട്ടിലിരിക്കുന്നവരെ കുറിച്ചും ഒക്കെ മോശമായിട്ട് പറയുമ്പോൾ ഞാൻ അങ്ങനെ അത്തരത്തിൽ ഈയിടയ്ക്ക് ഭയങ്കര വൾഗറായിട്ട് പറഞ്ഞു വീട്ടിൽ പോയി പൊക്കി. ഞാൻ പോലീസിൽ കേസ് കൊടുത്തു, അവരെതിരെ സൈബർ ബുള്ളിങ്ങിന് കേസ് എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വീട്ടിൽ പോയി പൊക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഉണ്ടായിസ നയമാണെന്ന്, അതിൻ്റെ ഒരു ഉണ്ടായിസം കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉണ്ടായിസം കാണിച്ച് ഹീറോ ആവാൻ വേണ്ടി ചെയ്തതല്ല. അത് ചെയ്യേണ്ട ആവശ്യം ഇപ്പം മുകേഷിനെ സംബന്ധിച്ചില്ല. അത് പക്ഷെ ഇത് ചെയ്തില്ലെങ്കിൽ ഞാനൊരാൾ, കാരണം സൈബർ ബുള്ളിങ്ങിൻ്റെ പേരിൽ ഒരു കൊച്ച് മരിച്ചുപോയി. അതുകൊണ്ട് ആത്മഹത്യ തന്നെ കൊന്നു എന്ന് വേണം പറയാനായിട്ട്. ഈ സൈബർ ബുള്ളിങ് ചെറിയൊരു കാര്യമല്ലല്ലേ?
അത് ഒരാൾ ഇപ്പോൾ ബുള്ളിങ് പലതരത്തിലുണ്ട്. ഫിസിക്കൽ ബുള്ളിങ്ങിനേക്കാളും കൂടുതലാണ് മെൻ്റൽ ബുള്ളിങ്. ഇപ്പോൾ ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ രണ്ടുപേരും ഞാനും അജിനുമായിട്ട് വഴക്കുണ്ടായി എന്തെങ്കിലും കഴിഞ്ഞു. സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ ഒരു കമൻറ്റ് ആൾക്കാർ അതിൽ കിടക്കുന്നു, അത് ഇങ്ങനെ കിടക്കും. പിന്നെ അതിനെ എടുത്തിട്ട് ആ കമൻറ്റിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോ ഉണ്ടാക്കുന്ന പലരും. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ആൾക്കാർക്ക് ഇപ്പോൾ കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് രണ്ട് തരത്തിൽ കണ്ടന്റ് ചെയ്യാം. അതിനിപ്പോൾ എൻ്റെ കണ്ടന്റ് എടുത്ത് നോക്കിയാൽ ഞാനൊരു ഒറ്റ നെഗറ്റീവ് കണ്ടന്റ്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്ത നെഗറ്റീവ് കണ്ടന്റ് എന്ന് ഞാൻ സ്വയം വിലയിരുന്നത് ഈ പറയുന്ന ആ പരമ റാസ്കലിനെ വീട്ടിൽ പോയി പൊക്കിയതാണ്. കാരണം എനിക്ക് പൊക്കാതെ നിർവാഹമില്ല. ഞാൻ പോലീസിൽ കേസ് കൊടുത്തു. ഞാൻ DGP പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ മേ ബി ഒരുപാട് കേസുകളുണ്ടായിരിക്കാം. കേസ് കൊടുത്തിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് അവരുടെ ഫോൺ വിളിക്കുന്നത്, ഇങ്ങനൊരു കേസ് വന്നുള്ളത്. അതിനുള്ളിൽ ഞാൻ ഇതെല്ലാം സോൾവ് ചെയ്തു. അതിൽ നല്ല ഡയറക്റ്റ് പോയി പൊക്കുന്നതാണ് അതൊരു. പക്ഷെ നമ്മൾ പൊക്കിയിട്ടൊന്നും ചെയ്തില്ല. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അപ്പം പോലീസുകാർ അവരെ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവരുടെയും കുറ്റമല്ല, അവർക്ക് ഒരു നിരവധി കേസുണ്ടാവും. ഞാനൊന്നും വിചാരിച്ചില്ല. ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്ത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് വീട്ടിൽ പോയി എടുത്തു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു, അവിടെ കേസെടുത്തു. ഇപ്പം ഇതിപ്പോൾ ഞാൻ പോലീസ് ആരും അങ്ങനെ ചെയ്യുന്നൊരു കാര്യമല്ല കേട്ടോ, അത് മുകേഷ് ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞില്ല എപ്പോഴും അത് നമ്മളത് ഒരു ഹീറോ ആവാൻ വേണ്ടി വീഡിയോ ഇട്ടല്ല. കാരണം ഇത് കണ്ടിട്ട് 10 പേരെണ്ണം ഇതുപോലെ പെണ്ണുങ്ങളുടെ ലൈംഗിക അവയവങ്ങളെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നത് നിർത്തണം, വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് കമൻറ്റ് ചെയ്യുന്നത് നിർത്തണം, അതൊക്കെ നിർത്തണം. 2 ഇതുപോലെ കമൻറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യാമെന്ന് ഞാൻ സൊസൈറ്റിക്ക് കാണിച്ചു കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ പക്ഷേ പോലീസിൽ കേസ് കൊടുക്കണം, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നമ്മൾ മാക്സിമം നോക്കണം. ഒന്നും നടന്നില്ലെങ്കിൽ സ്വയം ഇറങ്ങി തിരിച്ചാൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളെയോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അതേ കോൺടസ്റ്റിലാണ് ഞാൻ അവരെ പോയി പൊക്കിയത്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, വീട്ടിലിരിക്കുന്നവരെ പറയില്ല, പിടിക്കത്തില്ല. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ ഇതിലും മോശമായിരിക്കും റിയാക്ട് ചെയ്തത്. പോലീസിൽ കേസ് കൊടുക്കുന്നില്ല, കേസ് ഞാൻ എടുക്കും സീരിയസ് ആയിട്ട്. എനിക്കത് വേറെ നയമാണ്. പക്ഷെ ഞാനിപ്പോൾ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആ ഒരു പെൺകുട്ടി, അത് പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല, ആ വീഡിയോയിൽ കമൻറ്റ് ഉണ്ട്, ഞാനത് റിമൂവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ആ കമൻറ്റ് മോശം വൾഗർ കമൻറ്റ് ഇട്ട അവനെ പൊക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അത് എന്ത് മോശം കമൻറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ മദ്യപിച്ച് മതോന്മത്തനായിരുന്നു, അതുകൊണ്ട് ചെയ്തു പോയതാണ് ചേട്ടാ. അതാണ് അവൻ്റെ ഉത്തരം. ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പക്ഷെ ഇന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന പുള്ളിയോട് ഒരെണ്ണം അടിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലേ? സോറി, നമ്മൾ അടിക്കുന്നതിന് മുമ്പ് ആവശ്യത്തിലങ്ങ് അടിച്ചു. ഇതെന്തോ സംഭവം? അല്ല, അത് പിതൃക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കാരണവന്മാർക്ക് പിതൃക്കളെന്ന് നമ്മൾ പറയും, കാരണവന്മാർക്ക് കൊടുക്കുക, പിന്നെ സ്വയം കൊടുക്കും. നമ്മളിപ്പോൾ ഈ ചിയേഴ്സ് അടിക്കാൻ തന്നെ കാരണം ശരിക്കും വെള്ളവടി എങ്ങനെ അടിക്കണമെന്ന് അറിയാത്ത പലരും ഉണ്ട്. അതായത് ഒറ്റ വലിക്ക് അടിക്കുന്നവരുണ്ട്, സിപ്പായിട്ട് അടിക്കുന്നവരുണ്ട്. ശരിക്കും സിപ്പായിട്ടാണോ അടിക്കേണ്ടത്, ഒറ്റ അടിക്കാണോ അടിക്കേണ്ടത്? അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മദ്യപിക്കുന്നത് എന്താ പറയുക, ഫിറ്റാവാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം, സോഷ്യലൈസിങ്, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ്. ഞാൻ ഇതുവരെ ഫിറ്റായിട്ട് ആരും കണ്ടിട്ടുമില്ല എന്നെ. ഞാൻ ഒരുപാട് തരത്തിലുള്ള മദ്യം ഉപയോഗിച്ചിട്ടുള്ള ആളാണ്, ട്രാവൽ ചെയ്ത്. പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ ഈ ഫസ്റ്റ് പെഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് അടിക്കണം. അതിപ്പോൾ നമ്മളിപ്പം മദ്യത്തിൻ്റെ കാര്യത്തിലായാലും ഒരു ഫസ്റ്റ് അടി, ഇപ്പോൾ കിസ്, ആദ്യത്തെ ഒരു കിസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ആവേശമായിരിക്കും എന്നൊക്കെ പറയുന്ന കണക്ക് ഫസ്റ്റ് പെഗ് എന്ന് അടിക്കുമ്പോൾ നമ്മൾ ഒറ്റ വിലയ്ക്ക് അടിക്കുമ്പോൾ എനിക്കതൊരു കൂടുതലും ഞാൻ വെള്ളം ചേർക്കാതെ അടിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് പെഗ് അപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയണമെങ്കിൽ ആ ഒരു വെള്ളം, അതിൻ്റെ ഒരു അരോമ റിലീസ് ആവാൻ വേണ്ടി വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് നമുക്ക് ആഡ് ചെയ്യാം, അത് ഫില്ലറിൽ. അപ്പോഴാണ് ആ ഒരു ഇപ്പം നമ്മളിപ്പോൾ അടിക്കുന്ന സ്കോച്ച് ആണെങ്കിൽ അപ്പം അതിൽ നിന്നൊരു അരോമയൊക്കെ അതിൽ നിന്ന് ഫ്ലേവർ ഔട്ട് ആവാനായിട്ട് ഒരു തുള്ളി വെള്ളം ചേരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിങ്ങനെ അതിൻ്റെ ഒരു ഇൻടോക്സിക്കേഷൻ സ്മെല്ലൊക്കെ അതിൻ്റെ അകത്ത് വെളിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വേറെ മണം. അപ്പോൾ അതിങ്ങനെ മണത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് സിപ്പ് ചെയ്ത് നമ്മുടെ നാക്കുകൊണ്ട് ഇങ്ങനെ മൗത്തിൽ മൊത്തം, അങ്ങനെയാണ് അത് അടിക്കേണ്ട ശാസ്ത്രീയമായ വശം. പക്ഷേ ഫസ്റ്റ് ബാക്ക് എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ചൊരു ഒറ്റ ബാക്കിൽ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ഒരു അടി അങ്ങ് അടിക്കും. ഈ വെള്ളം അടിക്കുന്ന സമയത്ത് ഓരോ അടിക്കുന്ന ലിക്കറിന് ടച്ചിങ്സ് ഉണ്ടോ? ടച്ചിങ്സ് എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാധനം എടുക്കുന്നതായിരിക്കും നല്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഇപ്പം കൂടുതലും നോൺ വെജ് ഒക്കെ എടുക്കാനാണ് നോക്കുന്നത്. ഞാൻ കൂടുതലും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്, അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കട്ട് ചെയ്തത്, സാലഡ്സ്, അങ്ങനെയൊക്കെ. അടിച്ചതിൽ ഏറ്റവും വില കൂടിയ മദ്യം ഏതായിരിക്കും, അല്ല എത്ര രൂപ വരുമായിരിക്കും? ഞാൻ ലൂയിസ് 13 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മദ്യമാണ് എനിക്ക് എൻ്റെ ഓർമ്മ. അതാ. പിന്നെ ഹെന്നസിയുടെ, റിച്ചാർഡ് ഹെന്നസിയുടെ എന്ന രൂപ വരും? ഹെന്നസിയുടെ അതൊരു റിച്ചാർഡ് ഹെന്നസിയുടെ ഏറ്റവും ഞാൻ അടിച്ചത് എനിക്ക് തോന്നുന്നു 60 ഇയേഴ്സിൻ്റെ ആണ്. അത് അത്യാവശ്യം ഒരു 10-20 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ വില ബോട്ടിൽ. അതൊരു എന്തോ വ്യത്യാസമുണ്ട് ടേസ്റ്റ് അത്രയും ഇയേഴ്സിൻ്റെ. അതിൽ കുറച്ച് ബോട്ടിൽസ്, ഹെന്നസി തന്നെ പല വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പം അതിൽ ഞാനിപ്പോൾ പ്രൊമോഷൻ ചെയ്യാൻ പോയ ഒരു ഷോപ്പുണ്ട്,
റാസൽ കൈമയിൽ അവർ റാസൽ കൈമയിലെ ആ വലിയ വീട്ടിൽ മുകേഷും ഹയറാ വലിയ ഷോപ്പിൽ. അപ്പോൾ അവിടെ ഇരുന്ന ഒരു പ്രീമിയം ബോട്ടിൽ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തു, പ്രൊമോഷനായിട്ട് ചെയ്തതാണ്, അത് ഹിറ്റായി. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഓണർ വിളിച്ചിട്ട് ഒരു ബോട്ടിൽ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. അപ്പോൾ എനിക്കറിയില്ല എന്താണ്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ടൊക്കെയാണ് തുറന്നു നോക്കിയപ്പോൾ ഇത്ര, അല്ലെങ്കിൽ ഞാനത് അത്രയും എക്സ്പെൻസീവ് സാധനം അവിടെ നിന്ന് കൊണ്ടുവരുന്നില്ല. ആർക്കെങ്കിലും കൊടുത്ത് ഞാൻ ഒന്നുമില്ല, സിഒക്ക് കൊടുത്ത് പൈസ മേടിച്ചിട്ട് എനിക്ക് പിന്നെ ഇവിടെ കൊണ്ടുവന്നും പോയി കുടിക്കാതിരിക്കാനും വയ്യ. പിന്നെ ഞാൻ അങ്ങ് പൊട്ടിച്ചടിച്ച്. ഈ പരസ്യമായിട്ട് വെള്ളം പിടിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഇത് ഇച്ചിരി ഓവർ അല്ലേ എന്നൊക്കെ പറഞ്ഞു? ഞാൻ പരസ്യമായിട്ട് അങ്ങനെ നമ്മളിപ്പോൾ ചിലപ്പോൾ 2 അടിക്കുന്നതിൻ്റെ ഒരു സ്റ്റോറി സ്റ്റാറ്റസ് വീഡിയോസൊക്കെ ഇടാറുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമായി എന്ന് പറഞ്ഞു. പക്ഷേ ഇത് സർക്കാർ വിൽക്കുന്ന സാധനമല്ലേ, അല്ലെങ്കിൽ ഇത് വിൽക്കരുത്. ഇത് ഡെയിലി ബാറിൻ്റെ എണ്ണം കൂടുന്നു, ഡെയിലി പിന്നെ നമ്മുടെ ബ്യൂറേസിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ എണ്ണം കൂടുന്നു. പിന്നെ ഇത് ചിലവാകത്തോണ്ടല്ലോ, അതല്ലോ. അല്ല, ഈ ഒരു ഒറ്റ വരവ് കേരള സർക്കാർ ഇന്നും മാന്യമായിട്ട് ജീവിച്ചു പോകുന്നത്, ശമ്പളം കൊടുക്കുന്നത് ഈ ഒരു ഒറ്റ വരുമാനം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ പറ്റുമോ? തീർച്ചയായിട്ടും. എന്നിട്ടും ഇവിടെ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ 2 അടിക്കുന്നവൻ്റെ പേരിൽ ഇതിൻ്റെ വിലയും കൂട്ടി ടാക്സും കൂട്ടി അമിത ഭാരം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ പരസ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ സർക്കാരിന് ഒരു ഉപകാരമില്ലേ? നമ്മളിതുപോലെ 2 അടിക്കുന്ന കാണിക്കുമ്പോൾ ഇത് കണ്ട് പ്രചോദനം തോന്നി 2 രൂപ വാങ്ങിച്ചിട്ട് അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് കാണിക്കുന്ന ക്യൂ നിൽക്കലേ അല്ലേ? ക്യൂ നിൽക്കലും വളരെ മോശം സ്ഥലത്ത്. ഇപ്പോഴും ഞാനിപ്പോൾ കുറേ നാളെ ബ്യൂറേസിലൊക്കെ പോയി. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ കൊതിയാവും ഇങ്ങനെ ഇറങ്ങി വാങ്ങിക്കാനായിട്ട്. അവർക്ക് ഞാൻ പോകാറുണ്ട്, ഇറങ്ങി നോക്കാറുണ്ട്. പ്രീമിയം കൗണ്ടർ അല്ലാത്ത നോർമൽ കൗണ്ടറിൽ പോകണം. പോകുമ്പോഴേ ഒരു കുടിയൻ്റെ വിഷമം മനസ്സിലാവും. വൃത്തിയില്ലാത്ത സ്ഥലം, അവിടെ ചോർച്ച, ഒരു ആൾക്കാർ ഭയങ്കരമായിട്ട് ക്യൂ നിൽക്കുന്നു. അത് ക്യൂ നിൽക്കാനൊരവസ്ഥയാണ്. ക്യൂ നിൽക്കാനുണ്ട്. അവർ ഞാനൊരു ദിവസം ഒരു വൈറ്റ് ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് ഒരു ഫംഗ്ഷന് പോയിട്ട് തിരിച്ചു വന്നപ്പം, അത് ഏത് സ്ഥലമാണ്, മലയാറ്റൂർ അവിടെ പൂക്കാട്ട് വഴി അങ്ങനെ കണ്ട ഒരു സ്ഥലം. മലയാറ്റൂർ ഏതോ ഒരു സ്ഥലത്ത് മാത്രം കുറേ ദൂരെ പോകണം. അവിടെ പോയപ്പോൾ കൗണ്ടറിൽ കയറി. അത്ര മോശം അവസ്ഥയാണ് അവിടുത്തെ ടൂറിസ്റ്റിൻ്റെ. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ അഴുക്കും ഇതെല്ലാം പിടിച്ചിട്ട് തിരിച്ചു കയറിയപ്പോൾ എൻ്റെ വൈറ്റ് പാൻറ്റിൻ്റെ സൈഡിലൊക്കെ ബ്ലാക്ക് ആയി ആ ഒരു അവസ്ഥ. കാരണം അത്ര മോശമായിട്ടാണ്. ഇത്രയും പൈസ കൊടുത്ത ആൾക്കാർ സാധനം വാങ്ങി. പക്ഷെ നേരെ മറിച്ച് പ്രീമിയം കൗണ്ടറിൽ പോകുമ്പോൾ വൃത്തിയുണ്ട്. ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത, ഒരു സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നല്ലേ, ആ സിനിമാ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാവോ? ഇപ്പോൾ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒമറിക്കയുടെ പടത്തിൽ നെഗറ്റീവ് ഒരു ക്യാമിയോ റോളാണ്, ഒരു വില്ലനായിട്ടുള്ള സാധനമാണ്. അല്ല മറ്റേ ബാബു ആന്റണി അദ്ദേഹമുണ്ട്, പിന്നെ റഹ്മാനിക്ക, ടിനി ടോം, അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു മാറ്റമുള്ള ഒരു സിനിമയല്ലേ? അതെ, അതിന്റെ മേക്ക് ഓവർ തന്നെ വലിയൊരു ആ ഒരു ഫോട്ടോ ഭയങ്കര വൈറലായല്ലോ. ലാലേട്ടന്റെയും മമ്മൂക്കയുടെ തലയൊക്കെ വെട്ടി വെച്ച ഫോട്ടോ പുള്ളിയുടെ ഫോട്ടോ ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിനിമയിൽ എന്റെ വീഡിയോസ് കാണുന്ന ഒരാളാണ് ഉമറിക്ക, അങ്ങനെ വിളിച്ചതാണ്. ഞാനോട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു സുപ്രഭാതത്തിൽ രാവിലെ മുകേഷ് എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലാണ്. ഞാൻ ഉമർലുലുമാണ്. ഓവർലോഡ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാവും. ഇക്ക പറയൂ, ഞാനിവിടെ തിരുവനന്തപുരം ഗുഡ് മോർണിംഗ് ഹോട്ടലിലെ വാദിക്കുന്നുണ്ട്, ബീഫും പൊറോട്ടയും കഴിക്കാൻ വന്നതാണ്, നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നത്. ഞാൻ വെച്ച് ഈശ്വര ചതിച്ച, അവിടെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ, അങ്ങനെ തന്നെ വിചാരിച്ചു. ഇക്ക കുഴപ്പം, എങ്ങനെ ഫുഡ് എന്ത് മോശമാണോ? ഇല്ല, നല്ല ഫുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടോ, നല്ല കട ആന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് നേരിട്ട് കാണണമെന്ന്. അങ്ങനെ ഞാൻ അവിടെ പോകും. അപ്പോൾ പുള്ളി ഫുഡ് കഴിച്ച് ഇറങ്ങി. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് കുറേ നേരം അവിടെ ഒന്ന് സംസാരിച്ചു. അപ്പോഴാണ് ഈ സിനിമയുടെ കാര്യം പറഞ്ഞത്. ഒരു 2 ആഴ്ചക്കകത്ത് കൊച്ചി വരേണ്ടി വരും, അങ്ങനെ വിളിച്ചിട്ട് പോയതാണ്. ഇന്നൊരു സിനിമയാണ്, നാളെ 100ആയിട്ട് മാറട്ടെ കേട്ടോ. സന്തോഷം. ഈ ഫുഡ് വ്ലോഗ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ജെനുവിൻ അല്ലാതെ കഴിച്ചത് അഴുക്കാണെങ്കിൽ നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊരിക്കലും പറയേണ്ടത്. കാരണം ഞാൻ ഒരിക്കൽ ഒരു വലിയൊരു ഹോട്ടൽ, ട്രിവാൻഡ്രത്ത് തന്നെ ഒരു വലിയ ഹോട്ടൽ, നല്ല പേയ്മെൻറ്റ് തന്നിട്ട് എന്നെ പ്രൊമോഷന് കൊണ്ടുപോയി. ഞാൻ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. ഓൾറെഡി അഡ്വാൻസ് മേടിച്ചു. അഡ്വാൻസ് വെച്ച് ഞാൻ ഒരു 80% ആദ്യം അഡ്വാൻസ് മേടിക്കുന്ന കൂട്ടം. നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നതാണല്ലോ, തീർച്ചയായിട്ടും അത് സമ്മതിക്കാതിരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കായംകുളം കൊച്ചുണ്ണി ലൈനുള്ള ആളാണ്. ഉള്ളവൻ്റെ നിന്ന് കൂടുതൽ വാങ്ങി, ഇല്ലാത്തവന് അതിന് എന്തെങ്കിലും കൊടുക്കാനും ഞാൻ ശ്രമിക്കുന്ന ആളാണ്. ഉള്ളവൻ്റെ നന്നായിട്ട് മേടിക്കുന്ന ആളാണ്. കാരണം പ്രൊമോഷനല്ല, തീർച്ചയായിട്ടും പാവപ്പെട്ടവരെ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്ന കൂട്ടത്തിലുള്ള ഒരുപാട് ചെറിയ കടകൾ നമ്മൾ സപ്പോർട്ട്. അപ്പോൾ അത്തരത്തിലൊരു കട ഇങ്ങനെ വന്നു. പേര് പറയാൻ പറ്റില്ല, ഒരു അത്യാവശ്യം കൊള്ളാമെന്നുള്ള ട്രിവാൻഡ്രത്തുള്ള ബ്രാൻഡാണ്. തിരുവനന്തപുരത്തുകാരൻ നടത്തുന്ന കടയല്ല, വെളിയിലുള്ള ആൾക്കാർ വന്ന് നടത്തുന്നു. വടക്കോട്ടുള്ള ആൾക്കാർ അത് എങ്ങോട്ടാണ്, മറ്റേ മലബാർ ഭാഗത്തുള്ള ആൾക്കാർ വന്ന് നടത്തുന്ന കടയാണ്. ആ കടയിൽ പോയി കഴിച്ചു. ഭയങ്കര ഫുഡിൻ്റെ ക്വാളിറ്റി, ഫിഷ് സ്റ്റൈലായിരുന്നു, നെയ്മീൻ. പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല, അത് കഴിക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് ഒക്കെ പറഞ്ഞാൽ മതി, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പം ഫ്രീസർ ചെയ്യുന്നതാണ്, നമുക്ക് എല്ലാം കൂടെ ഒക്കെ സെറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് ഇനിയുണ്ടോ ഫിഷ്? ഇത് പിന്നെ ഇനി ഇരിപ്പുണ്ട്, ഇത് തന്നെയാണ് ആൾക്കാർ കൊടുക്കുന്നത്, നമ്മൾ ഇത് തന്നെയാണ് കൊടുക്കുന്നത്. സംഭവം സ്റ്റൈലാണ്, അത് കഴിക്കാൻ പറ്റില്ല. ഭയങ്കര മോശം ഫുഡാണ്. കഴിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുവാണ് എടുത്ത നിലപാട്? എന്തുവായിരുന്നു?
ഞാൻ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങി വന്നു. കാരണം ഞാൻ ആ പൈസ തിരിച്ചു കൊടുത്തു. ഞാൻ അവരുടെ അക്കൗണ്ടിലേക്ക് അപ്പോൾ തന്നെ ഇട്ട് കൊടുത്തു. തീർച്ചയായിട്ടും എടുത്തു കൊടുക്കും. കാരണം അത് ഉറപ്പായിട്ടും അത് കാരണം നാളെ ഇപ്പം എനിക്ക് അറിയാമല്ലോ, ഇപ്പം എൻ്റെ വീട്ടുകാരുൾപ്പെടെ എൻ്റെ വീഡിയോ കണ്ടിട്ട് പോയി അവർ കഴിച്ചാൽ എനിക്കിപ്പോൾ ഞാൻ വീട്ടിൽ പറയാൻ വിട്ടുപോയി. അത് ഞാൻ പോയി ചെയ്തപ്പോൾ അവിടെ മീനിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, നിങ്ങൾ പോകണ്ട. ഇപ്പം എൻ്റെ അല്ലെങ്കിൽ എനിക്ക് അറിയാതുള്ള എത്ര പേര് പോകും, ഇത് കണ്ടിട്ട് എത്ര പേര് പോകും. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം നമുക്ക് മാറാം. അത് ഫുഡിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൽ എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം ആഹാരം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കൊടുക്കുന്ന പൈസയ്ക്ക് കിട്ടണം അല്ലേ? തീർച്ചയായിട്ടും. അതിപ്പം ഭയങ്കരമായ ടേസ്റ്റ് കിട്ടിയില്ലെങ്കിലും ആ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യണം. തീർച്ചയായിട്ടും. ടേസ്റ്റിൽ കൂട്ടാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ നമ്മൾ ഒരാഴ്ചയായിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ്റെ പൊടിയും അതിൻ്റെ ഓയിലും എടുത്ത് ഒഴിച്ചാൽ മതി. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, ഭയങ്കര കൊഴുപ്പും ഭയങ്കര വേറൊരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും. പക്ഷെ നമ്മളറിയില്ല അത്. പക്ഷെ അത്തരത്തിൽ ഒഴിക്കുന്നവരും ഉണ്ട് ഇവിടെ, മനസ്സിലായി. പക്ഷേ എന്നാൽ അന്നുള്ള ഭക്ഷണം മാത്രം ഉപയോഗിച്ച് അന്നത്തെ എണ്ണ മാറ്റുന്ന ചെറിയ ചെറിയ കടക്കാരുകളുമുണ്ട്. എന്നാൽ വലിയ കടക്കാർ അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്, നല്ലതായിട്ട് നോക്കുന്നവരുണ്ട്. ചിലർ ഈ അമിതമായ ലാഭം ഉണ്ടാകും അല്ലെങ്കിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഉദ്ദേശിച്ച തരത്തിൽ കച്ചവടം നടക്കാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഈ ഫിഷിനെ എല്ലാം ഫ്രീസറിൽ വെക്കും, അടുത്ത് വരുന്നവൻ്റെ തലയിൽ അടിച്ചു കൊടുക്കും. മനസ്സും വയറും ഒരുപോലെ നിറയണം, അതാ ആഹാരം അല്ലേ? തീർച്ചയായിട്ടും. അല്ലാതെ പറഞ്ഞിട്ടൊന്നും ഒരു കഥയില്ല അതിൻ്റെ അകത്ത്. പിന്നെ ആൾക്കാർക്ക് അപകടം ഉണ്ടാവാനും പാടില്ല. ഇപ്പോൾ ആഹാരം കഴിച്ചിട്ട് കുഴിമന്തി കഴിച്ചു ഒരാൾ മരണപ്പെടുന്നു, ഷവർമ കഴിച്ച് മരണപ്പെടുന്നു. അത് അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ കേരളത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ. പുറത്തായിരുന്നുള്ള നിലപാട് എന്തുവായിരിക്കും? എന്താണ് അവൻ പൂട്ടി, അവന് ലൈഫ് ടൈം അവന് റെസ്റ്റോറൻറ്റ് പോയിട്ട് അവൻ്റെ ബന്ധുക്കൾക്ക് പോലും കൊടുക്കും ലൈസൻസ്. ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ് അവിടെ പിടിച്ചാകത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഒരുപാട് പാഠങ്ങളും ഉണ്ട്. പഠിച്ച ഓരോ വഴികൾ എന്തൊക്കെയായിരുന്നു? പഠിച്ച വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ്. എനിക്ക് പൊതുവേ എനിക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ലാഭങ്ങളും ഉണ്ടായിട്ടുണ്ട്, നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുഖത്ത് നോക്കി പറയുന്നത് അതിൻ്റെ കുറേ ഞാൻ പറഞ്ഞില്ല, നഷ്ടങ്ങളും ഉണ്ട് ലാഭങ്ങളും ഉണ്ട്. അതങ്ങനെ പക്ഷേ എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു നെഗറ്റീവ് ചോദിച്ചാൽ എനിക്ക് അതേ പറയാൻ പറ്റും. പിന്നെ എനിക്ക് രണ്ടാമത് അവന് പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യും എല്ലാവരെയും. ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ട്രസ്റ്റ് മാറാനായിട്ട് ഭയങ്കരമായിട്ട് എന്തെങ്കിലും നെഗറ്റീവ് കിട്ടിയാൽ അതുവരെ ആ ട്രസ്റ്റ് അതിലിങ്ങനെ വിശ്വസിച്ചിരിക്കും. അങ്ങനെ കിട്ടിയിട്ടുമുണ്ട്. അതൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് ആശംസകൾ നേരുന്നു. ഇന്നൊരു സിനിമയാണെങ്കിൽ 100ആയിട്ട് മാറട്ടെ. ശരിക്കും മുകേഷ് ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തി ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഈ ഒരു എളിമത്വം കേട്ടോ, ഈ ഒരു ജെനുവിനിറ്റിയാണ്. അപ്പോൾ ഇനിയും സന്തോഷമായിട്ട് മുന്നോട്ട് യാത്രയായിട്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ പോകുന്നതിന് മുമ്പേ അജിൻ്റെ ഒരു പ്രസൻറ്റേഷൻ, എനിക്ക് ആ ചോദ്യങ്ങൾ, കാരണം നമ്മളിപ്പോൾ നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂസിന് പോയിട്ടുണ്ട്. പക്ഷേ അജിൻ ചോദിക്കുന്നതെല്ലാം നമ്മൾ ആരും ചോദിക്കാത്ത ചോദ്യങ്ങളാണ്. ആരും എഴുതാത്ത പാട്ട് അല്ലെങ്കിൽ ആരും വയ്ക്കാത്ത കറി എന്നൊക്കെ പറയുന്നതല്ല, ആരും ചോദിക്കാത്ത കുറേ ചോദ്യങ്ങളായിട്ടാണ് അജിൻ ഇരിക്കുന്നത്. അപ്പോൾ അത്തരം ചോദ്യങ്ങളാണ് ഒരു ഇൻ്റർവ്യൂറിനെ ഏറ്റവും അധികം എപ്പോഴും. ഞാൻ എനിക്ക് പണ്ട് അജിനുമായിട്ട് പണ്ടൊരു ഇൻ്റർവ്യൂ ചെയ്ത് പോയിട്ട് ഞാനൊരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അജിൻ്റെ ഫോട്ടോ ഇട്ടു. എനിക്കൊരു ഗിഫ്റ്റ് തന്നു ജേഡി. ഇവിടെ ഒന്നും ഇല്ലാത്തൊരു സാധനമായിരുന്നു. അത് യു കെന്ന് കൊണ്ടുവന്നത്. ആ സമയം ഞാൻ യു കെന്ന് വന്ന സമയത്ത് ഉണ്ട്. അപ്പം അത് ഒരു ഗംഭീരം. അപ്പം ഇനിയൊരു എൻ്റെ ഒരു സന്തോഷ സമ്മാനമുണ്ട്, വരുന്നുണ്ട്, ഒരു ജേഡി വരുന്നുണ്ട്. ഓ താങ്ക് യു.